ക്ലൈമറ്റ് നമുക്ക് ഒട്ടും പറ്റുന്നില്ല. ഇങ്ങനെ കേരളത്തിൽ എത്തിയാൽ മതി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് ഡാൽ ലേക്കിൽ പോയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഡാൽ ലേക്ക് വിസിറ്റ് ചെയ്തിട്ട് നേരെ പോയത് ഫേമസ് ആയിട്ടുള്ള മൂൺ ലൈറ്റിലാണ്. വാലറ്റ് ഫ്രിഡ്ജ്, അതായത് കാശ്മീരിൽ പോയവരും പോകാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ഫേമസ് റീലാണ്. വാൽനട്ട് ഫ്രിഡ്ജിൻ്റെ ഒരു സെയിൽ നടക്കുന്ന ഷോപ്പാണിത്. ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയൊരു വാൽനട്ട് ഫ്രിഡ്ജാണിത്. വളരെ ടേസ്റ്റിയാണ്. ശരിക്കും അതിൽ വാൽനട്ടും അവിടുത്തെ ഹണിയും, അതായത് 80% ഓളം വാൽനട്ടും ബാക്കി ഹണിയും കൂടി ചേർത്തിട്ട് ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നതാണ്. കുറച്ച് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. 1 kg ഏകദേശം 1200 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. ഒരു പീസിന് 70 സംതിങ് ആണ് വരുന്നത്. 2 പീസ് വാങ്ങി അപ്പോൾ ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് ശരിക്കും വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ നല്ലോണം അത് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ടാക്സി ചേട്ടൻ ആസിഫ് ഭായിയുടെ കൂടെ വന്ന ചേട്ടൻ്റെ മോനായിരുന്നു. ആ മോനും കൂടി ടേസ്റ്റ് ചെയ്യുവാണ്. അവരും ഫസ്റ്റ് ടൈമാണ്. ഇത്രയും ഹൈപ്പ് അവരും കേട്ടിട്ടില്ല. അവരുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിലും അവരിത് ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വാങ്ങിയപ്പോൾ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ കൊള്ളാം, പക്ഷേ ഇതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ കാശ്മീരിലുണ്ട്. ഫോട്ടോസിൽ കാണുന്ന പോലെയല്ല അല്ലേ? ക്ലൈമറ്റ് നമുക്ക് ഒട്ടും പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ക്ലൈമറ്റ് ചേഞ്ച്. റൂമിലൊന്നും അതിനേക്കാളും വലിയ തണുപ്പ്. സത്യം, പുറത്ത് പിന്നെ കുഴപ്പമില്ല, റൂമിനകത്ത് വരുമ്പോൾ തണുക്കും. അത് ചില സമയം ഇവിടെ പവർ കട്ടുണ്ട്, അപ്പം ഹീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ബെഡ്. ആകെ ഒരു ഇതായി. ഇങ്ങനെ കേരളത്തിൽ എത്തിയാൽ മതി. കാണാനൊക്കെ അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. റൂമിനകത്ത് നമ്മളെ ബെഡിനകത്താണ് ഹീറ്റർ ഉള്ളത്, അതിന്റെ പവറും പോയി. കറണ്ട് മൊത്തത്തിൽ ഇവിടെ കൂടെ പവർ കട്ട് ഉണ്ടാവാറുണ്ട്. അത് കാരണം ഇവിടെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റും അത്യാവശ്യം ഫോൺ ചാർജേഴ്സും മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. വൈഫൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ തിരിച്ചിനി പോവാണ്. ആദ്യം ജമ്മുവിലോട്ട്. ജമ്മു താവിന്ന് നമുക്ക് ട്രെയിനാണുള്ളത്. എവിടത്തേക്ക്? ഡൽഹി വരെ ട്രെയിനിലാണ്. നമ്മുടെ ഏത് ട്രെയിനാണ്? വന്ദേ ഭാരതിനകത്താണ് നമ്മൾ പോകുന്നത്. ജമ്മു താവി മുതൽ ഡൽഹി വരെ. അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് ആണ് തിരിച്ചു പോകാൻ നാട്ടിലോട്ട്. ഇടയ്ക്ക് ഡൽഹിയിൽ ഇറങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ കണ്ടു. റൂമൊക്കെ നമ്മൾ ഏകദേശം അതുപോലെ തന്നെ ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ പെട്ടിയും എല്ലാം പാക്ക് ചെയ്തു. പിന്നെ എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട്. നമ്മളവിടെ നിന്ന് വാങ്ങിയ കുറച്ച് ഫ്രൂട്ട്സും വെള്ളവും അതുപോലെ ഗ്ലൗസ് അതൊക്കെയാണ്. ഓക്കെ, കർട്ടൻ മാറ്റി നമ്മൾ നോക്കിയില്ലല്ലോ ശരിക്കും. അയ്യോ, എന്താണത്? രാവിലെ 0 ഡിഗ്രി ആയിരുന്നു. അയ്യോ, അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. 4 ദിവസം, ശരിക്കും 5 ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്തു. ഒരുപാട് മെമ്മറീസ്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായി. അതുപോലെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റി. അതിലുപരി ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടായി. ഒരുപാട് എക്സ്ട്രീം സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നു. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഈ ശ്രീനഗറിന് യാത്ര പറഞ്ഞ് നമ്മൾ ജമ്മുവിലോട്ട് പോവാണ്. കാരണം നമുക്ക് ജമ്മുവിനാണ് നെക്സ്റ്റ് ട്രെയിൻ ഉള്ളത്. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഫ്ലൈറ്റിലാണ്, ശ്രീനഗർ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തത്. പിന്നെ ഇനി അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്തത് ജമ്മു താവിന്ന് നമ്മൾ വന്ദേ ഭാരതിൽ ഡൽഹിയിൽ പോവുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഡൽഹിയിലും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റിൽ തിരിച്ച് കേരളത്തിലോട്ട് പോവുക. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ശരിക്കും ജമ്മുവിലോട്ട് പോകുന്നതും നമ്മുടെ ആസിഫ് ഭായിൻ്റെ ടാക്സിയിൽ തന്നെയാണ്. അത് ഷെയർ ടാക്സി ആയിട്ട് നമ്മൾ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പോകുന്ന വഴിയിൽ ഏതെങ്കിലും പാസഞ്ചേഴ്സിനെ കിട്ടുന്നെങ്കിൽ നമ്മൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയതാണ്. പോകുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അവിടെ നല്ല ഹോസ്പിറ്റാലിറ്റി ഒക്കെ ആയിരുന്നു. ലിയോ ഹെറിറ്റേജ് എന്നാണ് നമ്മൾ താമസിച്ച പ്ലേസിൻ്റെ പേര്. അത് ശരിക്കും പ്രോപ്പർ ശ്രീനഗറിലാണ്, ഡാൽ ലേക്ക് തൊട്ട് ബാക്കിലാണ്. ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഒരു കാവ്യം കൂടെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ഒരിക്കലും കാശ്മീരിൽ വന്നിട്ട് ചായ ഒന്നും കുടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അവിടെ മസ്റ്റായിട്ട് നമ്മൾ കാവ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം അതാണ്. അവിടുത്തെ കാവ തന്നെ ട്രൈ ചെയ്യുക. അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ ചായ കുടിക്കണം. നമുക്ക് നല്ല ചായ നമ്മുടെ നാട്ടിലെ, എനിക്ക് അവിടുത്തെ ചായ പേഴ്സണലി ഇഷ്ടമായില്ല. ഇക്കൊക്കെ ഓക്കെ ആയിരുന്നു. അവിടെ പോയി നമ്മൾ ചായ കുടിക്കണ്ട, നമ്മൾ അവിടെ പോയി കാവ കുടിക്കുന്നതാണ് നല്ലത്.
നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഒരുപാട് കൺസ്ട്രക്ഷൻ നമ്മൾ കാണുന്നുണ്ട്. ആ റോഡിലായാലും വരുന്ന വഴികളിൽ ഒരുപാട് പുതിയ പുതിയ ടണൽസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു പുതിയ ടണൽ അവിടെ ഉദ്ഘാടനം ചെയ്തായിരുന്നു റീസെൻ്റ്ലി. എന്താ കഴിക്കാനായി ഇരിക്കണേ? മാഗി തന്നെയാണ് നല്ലത്. മാഗി ചായ കട്ടൻ. വിശക്കണല്ലേ ഇപ്പൊ നല്ലോണം? കഴിച്ചിട്ടില്ലല്ലോ. उठाएंगे यहाँ से एक सवारी अगर कम 600-700 देंगे, ठीक है? जी मतलब मजा। हाँ जी हाँ जी। ഇത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്സ് ആണ്. ഒരു സ്ഥലത്ത് മഞ്ഞാണ്, ഒരു സ്ഥലത്ത് ഫുൾ ദേവദാരു വൃക്ഷങ്ങളാണ്, ഒരു സ്ഥലത്ത് ഫുൾ ഹില്ലി ഏരിയാസ് ആണ്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇത് ഇത്രയും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരുപാട് കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ജമ്മുവിലെത്തുവാണ്. ജമ്മു ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ വേറെ എവിടെയോ എത്തിയ പോലെ. കാരണം കശ്മീരും ജമ്മുവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ശരിക്കും കശ്മീർ കുറച്ചും കൂടി മുസ്ലിംസ് കൂടുതലായിട്ട് നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ജമ്മു കൂടുതലും ഹിന്ദുസാണ് കൂടുതലായിട്ടുള്ളതെന്ന് ഫീൽ ചെയ്തു. അതുപോലെ കുറച്ചും കൂടി ക്ലൈമറ്റ് ആയാലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അവിടെ ഭയങ്കര എക്സ്ട്രീം വിൻ്റർ പോലെ നമുക്ക് ഫീൽ ചെയ്തെങ്കിൽ ഇവിടെ വരുമ്പോൾ സണ്ണി വെതറാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തു. ആൻഡ് അവിടെ എത്തി. അപ്പോൾ നമ്മുടെ ആസിഫ് ഭായി ആണ്. ആസിഫ് ഭായി നമുക്ക് ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഒരു ബ്രദറിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ഒരു ഗൈഡായിട്ടും ഒരു ടാക്സി ഡ്രൈവറായിട്ടും ഒരു ഫ്രണ്ടായിട്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശ്മീരിൽ വന്നിട്ട് ടാക്സി സർവീസസ് വേണമെങ്കിൽ ആസിഫ് ഭായിൻ്റെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ഒരു ഡീലിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ. ബൈ. ആയിരുന്നു ഇതുവരെയുള്ള നമ്മുടെ 4 ദിവസത്തിൽ ഇതുവരെ നമ്മളെ ജമ്മുവിലോട്ട് കൊണ്ടാക്കി തന്നത് എല്ലാം അസുഖമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ നമ്പറും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും.